പുതിയ സ്കീമിൻ്റെ ഫൈനൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കോളേജിൽ പോയി ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും രണ്ടും ലിങ്ക് ഉണ്ട്. രണ്ടും ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചേക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ എടുക്കണേ മുമ്പ് സിയുടെ ഇതിന് എന്തെങ്കിലും കൂടുതൽ ഫീസ് ഇനി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി കോളേജസ് മാറുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോൾ ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ FW ആണെങ്കിൽ നിങ്ങളൊന്നും അടച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സീറ്റ് മാറി വേറെ സീറ്റിലേക്ക് ആവുകയാണെങ്കിൽ ഫീസ് അടക്കണം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫീസ് കൂടുതലുണ്ടോ എങ്കിൽ അത് സിഇക്ക് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ വേണ്ടത്. അതിപ്പോൾ സെയിം കോളേജ് തന്നെയാണെങ്കിലും സെക്കൻഡ് ഫേസിൽ എടുക്കുക കേട്ടോ. പിന്നെ ഡേറ്റ ഷീറ്റ് ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എടുക്കുമ്പോൾ അത് പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു 2-3 കോപ്പി എടുത്ത് വച്ചേക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമുക്കിപ്പോൾ 31-ാം തീയതി തുടങ്ങി 4-ാം തീയതി വരെയാണ് കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പല കോളേജുകളുടെ വെബ്സൈറ്റ് എടുത്തിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ എൻട്രൻസ് കമ്മീഷണർ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. കോളേജസ് ഒരു ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോളേജുകളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഷെഡ്യൂൾ കാണുന്നതാണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനോ ഇടാത്ത കോളേജുകളുടെ വെബ്സൈറ്റിൽ മേ ബി നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെല്ലായിരിക്കും. അത് കറക്റ്റായിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ ആരും ലാസ്റ്റ് ഡേയിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കാതിരിക്കുക. എല്ലാവരും പറയുന്ന ഡേറ്റിൽ തന്നെ പോയി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ആർക്കിടെക്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചേക്കുന്ന ഫീസ് അടക്കുക. പിന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക കേട്ടോ. അവർക്ക് ഈ പറയുന്ന പോലെ 31-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ്. പക്ഷേ മിക്ക കോളേജസും ആർക്കിടെക്ചറിന് 31-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടേക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് പോവുക. അങ്ങനെ ഇടാത്തവർക്ക് മേ ബി ഇഷ്ടമുള്ള ദിവസം എടുക്കാവുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മളുടെ ഫീസ് അടക്കുകയും കോളേജിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇനി 3-ാം ഘട്ട അലോട്ട്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഓപ്ഷൻസ് ഇനി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവർക്കും ഓപ്ഷൻസ് താഴെ ഉള്ളത് ഡിലീറ്റ് ആയി പോയവർക്കും ഒക്കെ ഇനി ഈ ഒരു 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം 3-ാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണതിന് സൗകര്യം ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ടും അത് മിക്കവാറും എല്ലാവരും കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരും. അതായത് നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തവരാണെങ്കിലും മേ ബി 3-ാം ഘട്ട അലോട്ട്മെൻറ്റിന് വീണ്ടും ചിലപ്പോൾ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ പറയുന്നില്ലെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് എൻട്രൻസ് കമ്മീഷണർ ഈ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിയുന്നതോടനുബന്ധിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഇടും കേട്ടോ. അതായത് 3-ാം ഘട്ട അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താമസിയാതെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും അല്ലെങ്കിൽ ഇതുവരെ ഓപ്ഷൻസ് കൊടുക്കാത്തവരും എല്ലാവരും പുതുതായിട്ട് മേ ബി ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും 3rd അലോട്ട്മെൻറ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് എൻട്രൻസ് കമ്മീഷണർ പറയും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തവരാണെങ്കിലും പരിഗണിക്കൂല. മനസ്സിലാവണ്ടോ? എൻട്രൻസ് കമ്മീഷണർ പറയാണ് പുതുതായിട്ട് എല്ലാവരും ഓപ്ഷൻ കൊടുക്കണമെന്ന് പറയുവാണെങ്കിൽ എല്ലാവരും ഓപ്ഷൻ കൊടുക്കണം. അത് കിട്ടിയവരും കിട്ടാത്തവരും നേരത്തെ കൊടുത്തവരും ഒക്കെ. അതേസമയം നേരത്തെ കൊടുത്തവർക്ക് ഓപ്ഷൻ വീണ്ടും കൊടുക്കണ്ട, പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഓപ്ഷൻസ് കുറേ പേര് പറഞ്ഞല്ലോ ലോവർ ഓപ്ഷൻസൊക്കെ ഇനി വേണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. അപ്പോൾ എന്ത് തന്നെ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും വെബ്സൈറ്റിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കുക കേട്ടോ. കാരണം പുതുതായിട്ട് ഓപ്ഷൻ എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞാലേ അതെല്ലാവരും കൊടുത്തിരിക്കണം. എന്നാലാണ് നമ്മളെ ആ ഒരു 3rd അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.